ചില വെളിപ്പെടുത്തലുകൾ വരികയാണ്. ബി.ജെ.പിയെ തോൽപ്പിക്കാൻ വോട്ട് മറിച്ചുവെന്ന് ജമാഅത്തെ ഇസ്ലാമി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് മറിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് മറിക്കും എന്നാണ് വെളിപ്പെടുത്തൽ. സഹായം വാങ്ങിയവർ എന്തിനെ എതിർക്കുന്നുവെന്നും ചോദ്യം. ഇടതിനും വലതിനും വോട്ട് മറിച്ചെന്ന് വെളിപ്പെടുത്തി ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാൻ രംഗത്തെത്തി. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, പരസ്യമായ രഹസ്യമാണ് എങ്കിലും വെളിപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഇടതിനും വലതിനും വോട്ട് മറിച്ചു, ബി.ജെ.പിയെ തോൽപ്പിക്കുകയാണ് ലക്ഷ്യം. വോട്ട് വാങ്ങി ജയിച്ചു വന്നവർ എന്തിനാണ് ഇപ്പോൾ എതിർക്കുന്നത് എന്നൊരു ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ മുജീബ് റഹ്മാൻ പറയുന്നത്? കൃഷ്ണരാജ്, പല ഘട്ടങ്ങളിലും ഇടത് വലത് മുന്നണികൾ പറയാറുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ ചേർത്ത് നിർത്താറില്ല, അവരുടെ വോട്ട് നമുക്ക് ആവശ്യമില്ല, തെരഞ്ഞെടുപ്പിൽ അവരുടെ സഹായം നമുക്ക് ആവശ്യമില്ല എന്നൊക്കെ സംസ്ഥാനത്തെ മുതിർന്ന ഇടത് നേതാക്കന്മാരും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒക്കെ പല ഘട്ടങ്ങളിലും പറയുന്നുണ്ട്. ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആലസ്യം മാറുന്നതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെയായി പല മണ്ഡലങ്ങളും സജീവമാണ്, സംസ്ഥാന നേതൃത്വങ്ങൾ സജീവമാണ്. അതിനിടയിലാണ് ഇപ്പോൾ കേരള ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള അമീർ പി മുജീബ് റഹ്മാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം വരുന്നത്. അതായത് തങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഇടത് വലത് മുന്നണികൾക്ക് ഒപ്പം നിന്നിരുന്നു. പല ഘട്ടങ്ങളിലും ഒരു വർഷം ഇടത് മുന്നണിക്കൊപ്പമാണെങ്കിൽ പിറ്റേ വർഷം അല്ലെങ്കിൽ അടുത്ത മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി നിലകൊണ്ടിരുന്നു എന്നുള്ള ചില വെളിപ്പെടുത്തലുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുള്ളത്. അതായത് 2004-ലും 2006-ലും 2009-ലും 2011-ലും ഇടത് മുന്നണിക്കൊപ്പം അവരുടെ സഹയാത്രികരായി പ്രവർത്തിച്ചിരുന്നു പല മണ്ഡലങ്ങളിലും എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ് ഈ നേതാവ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബി.ജെ.പിയുടെ വളർച്ചയെ ഇല്ലാതാക്കാൻ, ബി.ജെ.പിയുടെ നേതൃത്വം വരാതിരിക്കാൻ പല ഇടങ്ങളിലും ശ്രമം നടത്തിയിട്ടുണ്ട് എന്നൊരു വെളിപ്പെടുത്തൽ കൂടി അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുകയാണ്. അതായത് തിരുവനന്തപുരത്ത് നഗരസഭാ ഭരണം ബി.ജെ.പി പിടിക്കുമെന്ന് ഏകദേശം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് തന്നെ സജീവമായ ചർച്ചകളായി നടന്നിരുന്നു. അവർക്ക് അനുകൂല തരംഗം അവിടെ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചതുമാണ്. വോട്ടർമാരടക്കമുള്ളവർ ബി.ജെ.പി വരണമെന്ന് പ്രത്യക്ഷമായി പറഞ്ഞ സാഹചര്യത്തിൽ ബി.ജെ.പിയെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി ഇടത് വലത് മുന്നണികൾക്കൊപ്പം തങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഈ കേരള അമീർ പി മുജീബ് റഹ്മാന്റെ ഭാഗത്തു നിന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നത്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിൽ ഒരു പ്രവർത്തനം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു വെളിപ്പെടുത്തൽ കൂടി വരികയാണ്. അതായത് തങ്ങൾക്ക് സഹായം വേണ്ട, ജമാഅത്തെ ഇസ്ലാമി SDPI അടക്കമുള്ളവരുടെ സഹായങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇടത് വലത് മുന്നണികളുടെ പ്രമുഖ നേതാക്കന്മാരൊക്കെ നാഴിക്ക് 40 വെട്ടവും പറയുമ്പോഴും അടിയിലൂടെ ഒരു അന്തർധാര സജീവമാണ് എന്ന് തെളിയിക്കുന്നതാണ്. ഈ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന്, പക്ഷേ എന്നിട്ടും ഞങ്ങൾ തരും എന്ന് പറയണമെങ്കിൽ കൃത്യമായി ഇവർ തമ്മിലൊരു പദ്ധതിയുണ്ട്, ഇങ്ങനെ തന്നെ ചെയ്യും എന്ന പദ്ധതി കൃത്യമായി ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത്. അതായത് ഇടതും വലതും ആളെ പറ്റിക്കുന്നത് തുടരുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൃത്യമായി പങ്കിട്ടെടുക്കുന്നുണ്ട്, കൃത്യമായി വാങ്ങുന്നുണ്ട്. കൃഷ്ണരാജ്, അത് തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാകുന്നത് ഇവരുടെ നേതാക്കന്മാരുടെ ഇടയിൽ തന്നെയുള്ള ചില വാക്കുതർക്കങ്ങൾ അല്ലെങ്കിൽ ചില പൊരുത്തക്കേടുകൾ, ചില അഭിപ്രായ ഭിന്നതകളാകാം ഈ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം അതിലൊരു സംശയമായി നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിൽ പല ആളുകളും സഹായം വാങ്ങിയിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്, UDFന്റെ ആളുകളുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. അതായത് ഈ മുജീബ് റഹ്മാൻ തന്നെ പറയുന്നുണ്ട്, സഹായം കിട്ടിയവരൊക്കെ എന്തിനിപ്പോൾ പിന്നോട്ട് പോകുന്നു, സഹായം കിട്ടിയവരൊക്കെ തിരിച്ച് സഹായിക്കേണ്ടേ എന്നൊരു കാര്യം അദ്ദേഹം ഈ കാര്യത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്നാണ് ഇവർക്ക് പണം കിട്ടിയിട്ടുണ്ട്, മറ്റ് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ പിൻബലത്തിൽ തന്നെയാണ് ഇടത് വലത് മുന്നണികളെ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ഇവർ പിന്തുണച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വടക്കൻ കേരളത്തിൽ ഇവർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയാണെങ്കിൽ തെക്കൻ കേരളത്തിൽ UDFനൊപ്പം നിൽക്കുന്ന ഒരു ട്രെൻഡ് ഇവർ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തിരുവനന്തപുരം നഗരസഭ BJP പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ അവിടെയും ഇടത് വലത് മുന്നണികൾക്കൊപ്പം, അതായത് ചില മണ്ഡലങ്ങളിൽ UDFന് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണെങ്കിൽ അവിടെ UDFനെ വിജയിപ്പിച്ചുകൊണ്ട് BJPയെ പുറത്താക്കാം അല്ലെങ്കിൽ BJPയെ വിജയിപ്പിക്കാതിരിക്കാം എന്നുള്ളൊരു നയം അവിടെ സ്വീകരിക്കുന്നു. മറുഭാഗത്ത് CPMനാണ് എങ്കിൽ CPMനൊപ്പം ചേർന്നുകൊണ്ട് അവിടെ വോട്ട് പിടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ പരമാവധി പിടിക്കുന്നതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2004-ലും 6-ലും 9-ലും 11-ലും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടതും അത്തരത്തിൽ തന്നെയാണ് എന്നൊരു
നേതാവ് പറയുമ്പോൾ കഴിഞ്ഞ കാലത്തൊക്കെ നടന്നത് എന്താണ് എന്നൊരു വലിയ ചോദ്യം ഒരു ഭാഗത്ത് നിലനിൽക്കുകയും ചെയ്യുകയാണ്. ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള ചർച്ചകൾ മുന്നണികൾ ഘട്ടമായി നടത്തുന്ന സാഹചര്യത്തിൽ പരസ്യമായി ഇവരെ തള്ളിപ്പറയാൻ ഈ നേതാക്കന്മാർ തയ്യാറാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും പല ഘട്ടങ്ങളിലും തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു അന്തർധാര ഇവർ തമ്മിൽ സജീവമായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ്, അതിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ പി മുജീബ് റഹ്മാന്റെ ഭാഗത്ത് നിന്നും പുറത്തു വരുന്ന ഈ വെളിപ്പെടുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ബിജെപിയെ തോൽപ്പിക്കാൻ വോട്ട് മറിച്ചു എന്ന് വെളിപ്പെടുത്തുകയാണ് ജമാഅത്തെ ഇസ്ലാമി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് മറിച്ചു, ഇനിയും മറിക്കും. വോട്ട് വാങ്ങി ജയിച്ചു വന്ന ശേഷം അത് ഞങ്ങളെ എതിർത്ത് സംസാരിക്കുന്ന എന്തിനാണെന്ന ചോദ്യം കൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഒത്തുകളിയുടെ പുതിയ വെളിപ്പെടുത്തലായി ഇതിനെ കണ്ടാൽ മതി. ഇത് എത്രയോ കാലമായി ഇങ്ങനെ അനുഷ്ഠിച്ചു പോകുന്ന ഒരു കലാരൂപമാണ് ഈ വോട്ട് മറിക്കൽ. ഏതെങ്കിലും ഒരു മുന്നണി വോട്ട് വാങ്ങുന്നതൊക്കെ പരസ്യമായ രഹസ്യമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.